അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സത്യം പറഞ്ഞാൽ ഒരു അനുകമ്പ തോന്നുകയാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. മെലാനിയെ പറ്റി ചില കാര്യങ്ങൾ ഇങ്ങനെ ട്രംപ് പറയുമ്പോൾ ഫോട്ടോ എടുക്കാൻ കെഞ്ചി, എന്നോട് സംസാരിക്കാൻ വരുന്നു, എന്നോട് ക്രഷാണേ, ഇങ്ങനെയൊക്കെ ട്രംപ് പറയുമ്പോൾ. പക്ഷെ ഒരു കാര്യം പറയാം, കുറേ നാളുകൾക്ക് മുമ്പ് ട്രംപും മെലോനിയും തമ്മിൽ മച്ചാ ബന്ധമായിരുന്നു കേട്ടോ. എപ്പോഴോ എവിടെയോ അത് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ട്രംപ് നാറ്റോയെ പലപ്പോഴും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചപ്പോൾ മെലോനി നാറ്റോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ഈ ആശയസാമ്യത്തിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ട്രംപ് പലവട്ടം മെലോനിയെ പ്രശംസിച്ചു. മറ്റു പല യൂറോപ്യൻ നേതാക്കളും ട്രംപിനോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തപ്പോൾ മെലോനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുകയായിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി അപമാനിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. മെലോനിക്ക് തന്നോട് കടുത്ത ആരാധനയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലെ ഒരു ചിത്രം, അതിനോടൊപ്പം നിയന്ത്രിക്കാൻ ഉത്തരവ് വേണ്ടിവരുമെന്ന ഒരു ക്യാപ്ഷനാണ് പോസ്റ്റ് ചെയ്തത്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ മെലോനി, ട്രംപ്, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ്, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റണിയോ കോസ്റ്റ ഇവർക്കൊപ്പം നിന്ന് സംസാരിക്കുന്നതിന്റെ ഒരു ചിത്രം എഡിറ്റ് ചെയ്തിട്ടാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നാറ്റോ ഉച്ചകോടി തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് തുടങ്ങാനിരിക്കുമ്പോഴാണ് ട്രംപിന്റെ ഇങ്ങനെ ഈ മെലോനിയെ ഒന്ന് ചൊറിഞ്ഞിട്ടുള്ള പോസ്റ്റ്. ട്രംപും മെലോനിയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്തിടെ ട്രംപ് മെലോനിക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ വിവാദം സൃഷ്ടിച്ചിരുന്നു. G7 ഉച്ചകോടിക്കിടെ തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ മെലോനി കെഞ്ചിയെന്നും ഒന്നിച്ചുള്ള ഫോട്ടോയ്ക്ക് മെലോനി വീണ്ടും സമീപിച്ചു, പാവം തോന്നി അവർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചുവെന്നും ഈ മെലോനിക്ക് ഇറ്റലിയിലുള്ള ജനപ്രീതിയുടെ നിലവാരം തീരെ മോശം എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രസ്താവന പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്ന് മെലോനി പറഞ്ഞു. ഞാനോ ഇറ്റലിയോ ആർക്കും മുന്നിൽ കെഞ്ചാറില്ല. ട്രംപ് തന്റെ പ്രശസ്തിയുടെ കാര്യം ആലോചിച്ച് ആശങ്കപ്പെടേണ്ട, സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള മറുപടികളും മെലോനി പറഞ്ഞിരുന്നു. എന്തായാലും ട്രംപും മെലോനിയും തമ്മിലുള്ള ആശയ ഭിന്നതകളേക്കാൾ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുന്നത് അവരുടെ വ്യക്തിപരമായ ഏറ്റുമുട്ടലുകൾ തന്നെയാണ്. റാലികളിലും സോഷ്യൽ മീഡിയയിലും എതിരാളികളെയും സഖ്യകക്ഷികളെയും ട്രംപ് കടുത്ത ഭാഷയിൽ പലപ്പോഴും മര്യാദയുടെ സീമകളൊക്കെ കടന്നു പോകുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വിമർശിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. രാജ്യാന്തര വേദികളിൽ അടക്കം കൂടുതൽ നയതന്ത്രപരമായ ഭാഷയാണ് പക്ഷേ മെലോനി സ്വീകരിക്കാറുള്ളത്. മെലോനിക്കെതിരെ അത്തരമൊരു കൈവിട്ട പ്രയോഗം ട്രംപ് നടത്തിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി വിലയിരുത്തുന്നത്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഫോട്ടോ എടുക്കാൻ പലതവണ മെലോനി ശ്രമിച്ചു എന്ന ആ വാദത്തെ മെലോനി കെട്ടിച്ചമച്ചത് എന്ന് പറഞ്ഞ് തള്ളിയത്. എന്തായാലും മെലോനിക്കൊപ്പമുള്ള ഒരു മീമും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവയ്ക്കുകയും അതിൽ റീസ്ട്രെയിനിങ് ഓർഡർ നീഡഡ് എന്ന് എഴുതുകയും ചെയ്തു. ഇതോടെ രാജ്യാന്തര നയതന്ത്ര ചർച്ചകളിൽ പോലും വ്യക്തിപരമായ പരാമർശങ്ങളും ആയുധമാക്കപ്പെടുന്നു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തിയത്. എന്തായാലും ആശയസാമ്യം മാത്രം പോരാ, സമാന ആശയങ്ങൾ അനുകൂലിക്കുന്നു എന്നത് മാത്രം പോരാ, സ്ഥിരതയുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് എന്ന് വ്യക്തമാക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപും ജോർജിയ മെലോനിയും തമ്മിലുള്ള അകൽച്ചയും വാക്ക് പോരാട്ടവും. ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണം. കുടിയേറ്റ നയത്തിലും യാഥാസ്ഥിതിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും രണ്ടുപേരും ഒരേ താല്പര്യക്കാരാണെങ്കിലും ഇറ്റലിയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ, നാറ്റോ അംഗം എന്ന നിലയിലുള്ള ചുമതലകൾ പാലിക്കുകയും യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം നിലനിർത്തുകയും ഇറ്റലിയുടെ സാമ്പത്തിക സുരക്ഷാ താല്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമൊക്കെ മെലോനിയിലുണ്ട്. വൈറ്റ് ഹൗസിൽ ആരായാലും US-ഉമായുള്ള ബന്ധത്തെയും ഉലച്ചിലില്ലാതെ കൈകാര്യം ചെയ്യണം. ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോൾ അവയുമായി എതിരെ നിൽക്കുന്ന എന്തിനോടും മെലോനിക്ക് വിയോജിപ്പ് പ്രകടിപ്പിച്ചേ മതിയാവും. എന്തായാലും ഇതൊരു രസകരമായ ഒരു കാഴ്ചയാണ്. പലപ്പോഴും മെലോനിയും മോദിയും തമ്മിൽ കാണുന്നത് വളരെ ആകാംക്ഷയോടെ, താല്പര്യത്തോടെ ലോകം വീക്ഷിക്കാൻ കാത്തിരിക്കുമ്പോൾ ട്രംപും മെലോനിയും ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, ട്രംപ് മെലോനിയെ ഒന്ന് ചൊറിഞ്ഞിട്ട് ഇനി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ലോകവും നമുക്ക് ചുറ്റുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.